ഹൈന്ദവാചാരങ്ങളെ അവഹേളിച്ച് മത്സ്യമാംസ സമ്മാന കൂപ്പൺ പുറത്തിറക്കിയ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് തൃശൂർ കൈപ്പറമ്പ് ദേവീകൃപ പൂരാഘോഷ കമ്മിറ്റി. സംഭവം ജനം TV വാർത്തയാക്കിയതിനെ തുടർന്ന് പരിപാടി മാറ്റിവെച്ചു. പകരം സമ്മാനമായി തുക നൽകുമെന്നും കമ്മിറ്റി അറിയിച്ചു. അതേസമയം തങ്ങളുടെ അറിവോടെയല്ല സംഭവം നടന്നതെന്ന് കൈപ്പറമ്പ് ക്ഷേത്ര കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിഷയം ജനം TV കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണെന്നും കുറിപ്പിൽ പറയുന്നു. പൂരാഘോഷ കമ്മിറ്റി പരിപാടി നടത്താൻ തീരുമാനിച്ചതിനെ സമിതി അപലപിച്ചു. ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ആയിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല ഇത്. ഈ പ്രാദേശിക പൂര കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറേ പ്രാദേശിക പൂര കമ്മിറ്റികളുണ്ടായിരിക്കും. അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക പൂര കമ്മിറ്റികളാണ്. അവർ ആ പൂരത്തിൻ്റെ സമയത്ത് പൂരത്തിന് വേണ്ടി സംഖ്യ കണ്ടെത്തി അവർ പൂരം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ ക്ഷേത്ര കമ്മിറ്റിക്ക് അവരുമായിട്ട് നേരിട്ടുള്ള ബന്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോൾ അവർ നടത്തിയ സമ്മാന കൂപ്പൺ നമ്മളുടെ അറിവോടെയോ നമ്മളുടെ ഒരു അനുമതിയോടെയോ ഒന്നുമല്ല. ആ പരിപാടിയെ നമ്മൾ ശക്തമായിട്ട് അപലപിക്കുന്നു. അതായത് ഒരു നമ്മളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആലോചിക്കുമ്പോൾ അതിലൊന്നും ഒരു നല്ല കാര്യമായിട്ട് നമുക്കും തോന്നുന്നില്ല. അപ്പോൾ ആ പ്രവൃത്തിയെ നമ്മൾ ശക്തമായിട്ട് അപലപിക്കുന്നു. ഈ കാര്യത്തെ പറ്റിയിട്ട് ജനം ടിവിയുടെ റിപ്പോർട്ടർ എന്നെ വിളിച്ചിരുന്നു. ആ സമയത്ത് ജനം TV റിപ്പോർട്ടറോട് നമ്മളുടെ നിലപാട് വ്യക്തമായിട്ടുള്ളതാണ്. ആ സമയത്ത് ജനം TV റിപ്പോർട്ട് ചെയ്തപ്പോഴും അത് ജനം TVയുടെ വാർത്തയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ക്ഷേത്ര കമ്മിറ്റിയുടെ അറിവോടെയല്ല ഈ കാര്യങ്ങളിവിടെ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ജനം TVയോട് നമുക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ക്ഷേത്ര കമ്മിറ്റിയുടെ നിലപാട് സമൂഹത്തെ അറിയിക്കാൻ ജനം TV എടുത്ത ആ ഒരു നിലപാടോട് കൂടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും വേദന ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത പ്രചരിച്ചതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വളരെ തെറ്റായിട്ട് ക്ഷേത്ര കമ്മിറ്റിക്കെതിരായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് ഇതിനെ പറ്റിയിട്ട് അറിയാതെയാണോ എന്താണെന്ന് നമുക്കറിയില്ല. ക്ഷേത്ര കമ്മിറ്റിക്ക് ഈ ഒരു സമ്മാന കൂപ്പണായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പോൾ അത് അറിഞ്ഞിട്ടോ അറിയാതെയാണോ ഇത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ് ക്ഷേത്ര കമ്മിറ്റിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന വാർത്ത. പൂരാഘോഷ കമ്മിറ്റി ഇപ്പോൾ അടുത്ത് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അത് ഉചിതമായിട്ടുള്ള കാര്യമല്ല, ഇതിലൊരു അനൗചിത്യമുണ്ട്, നിങ്ങളത് പിൻവലിക്കണം എന്നുള്ള രീതിയിൽ നമ്മളും അവരോട് സംസാരിച്ചിരുന്നു. അവരിപ്പോൾ അത് പിൻവലിച്ചു. അതിൻ്റെ ഇത് മനസ്സിലാക്കി അവരത് പിൻവലിച്ചു. അത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അവരത് കാണിച്ചുകൊണ്ട് ഇവിടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തണമെന്ന് വളരെ ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റിയാണിത് ഇവിടെ ഉള്ളത്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒരേ ക്ഷേത്ര കമ്മിറ്റിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് വളരെയധികം സഹായമാണ് നാട്ടിലെ ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ യശസ്സിന് കളങ്കമേൽപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ തീരുമാനം. മനോജ്, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഹൈന്ദവാചാരങ്ങളെ അവഹേളിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ കൈപ്പറമ്പ് ദേവീകൃപ പൂരാഘോഷ കമ്മിറ്റി ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഇതിൽ തന്നെ മത്സ്യമാംസാദികൾ ഈ സമ്മാന കൂപ്പൺ ഓണനാളിൽ സമ്മാനമായി മത്സ്യമാംസാദികൾ നൽകുന്നു എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഇവരെടുത്തിരുന്നത്. തുടർന്നാണ് ഈ ഒരു വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് ക്ഷേത്ര കമ്മിറ്റിയുമായി നമ്മൾ ബന്ധപ്പെട്ടത്. അതിനുശേഷം കൃത്യമായും ക്ഷേത്ര കമ്മിറ്റിയും വ്യക്തമാക്കിയിരുന്നു അവരുടെ അറിവോടുകൂടിയല്ല ഈ പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നതെന്ന്. എന്നാൽ ഈ ഒരു പരിപാടി, അതായത് അതിൽ പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് ആണ് അല്ലെങ്കിൽ ഇതിന് പിന്നിലൊരു ആസൂത്രണം നടക്കുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെയായിരുന്നു അന്ന് ജനം TV പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ പൂരാഘോഷ കമ്മിറ്റി മാറിയിരിക്കുന്നത്, ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ അവർ പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു പോസ്റ്റർ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സെപ്റ്റംബർ 16 തീരുമാനിച്ചിരുന്ന സമ്മാന കൂപ്പണിൽ ഈ ഏതെങ്കിലും മതവിശ്വാസികൾക്കോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയപരമായിട്ടോ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു, അതിനാൽ ഞങ്ങൾ ആ സമ്മാനങ്ങൾക്ക് പകരം നിശ്ചിത തുക നൽകുന്നതാണ് എന്നുള്ള കാര്യം. എന്തായാലും ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തു. എന്നാൽ അത് പിന്നീട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തെ തുടർന്ന്, അതായത് ഹൈന്ദവ സംഘടനകളുടെ അടക്കം ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പിന്നീടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ മാറിയിട്ടുള്ളത്.
ജനം TV അത് കൃത്യമായും തന്നെ വാർത്ത പുറത്ത് വിട്ടത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റിയും ഇക്കാര്യം കൃത്യമായും വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ ഓണനാളിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്താണെന്നുള്ള കാര്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്.